പക്ഷേ ഞാൻ തിരുവനന്തപുരത്തേക്ക് അറിയാമായിരിക്കും അനന്തപുരി ഹോസ്പിറ്റൽ, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അനന്തപുരി ഹോസ്പിറ്റലിൽ അവിടുത്തെ ഞാൻ പ്രൊഫസറായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഞാൻ റിട്ടയർ ചെയ്തെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ട് ഈ പ്രോഡക്റ്റിനെ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈവപ്പുള്ള ഒരു പ്രോഡക്റ്റ് എന്നായിരുന്നു ഞാൻ കേട്ടത്. അപ്പോൾ അത്രയും വലുതാണോ എന്നുള്ള ഒരു ആശങ്കയോട് കൂടിയാണ് ഞാൻ ഇതിനെ സമീപിച്ചത്. പക്ഷേ എൻ്റെ അനുഭവത്തിലൂടെയും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാരുമായിട്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായി അത് ശരിയാണെന്നാണ്. അപ്പം അത് തന്നെ നമുക്ക് അത്രയ്ക്ക് വാല്യൂ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. കാരണം നമുക്ക് ഒരു ബ്ലഡ് സർക്കുലേഷൻ ഹ്യൂമൻ ബോഡിയിൽ മുഴുക്കെ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന വേറെ ഒരു മെഡിസിനും നമുക്കില്ല. അപ്പം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് വേണ്ടിയിട്ട് ഓക്സിജൻ സർക്കുലേഷൻ, നമുക്കിത് രണ്ടും ഓക്കെ ആണെങ്കിൽ നമ്മളെ ബോഡിക്ക് വലുതും ഡിഫെൻഡ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ബോഡി. പക്ഷേ അതിലൊരു കാര്യമുണ്ട്, സാംക്രമിക രോഗങ്ങൾ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല, പക്ഷേ അത് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കും. ഇതിനോടനുബന്ധിച്ച് എൻ്റെ സഹോദരിമാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് നമ്മളുടെ ഗ്ലോബൽ ക്യാൻസർ അവയർനെസ് മന്താണ്, അതായത് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്താണ്. ഇന്ന് തീരുകയാണ്. ഈ ഒക്ടോബർ 1 തുടങ്ങി ഒക്ടോബർ 31 വരെയാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ സ്ത്രീകളിലെ ആരൊക്കെ ബ്രസ്റ്റ് സെൽഫായിട്ട് എക്സാമിൻ നടത്തിയിട്ടുണ്ട്? ഒന്ന് കൈ കൊണ്ടിച്ചാട്ടെ. സ്വന്തമായിട്ട് എക്സാമിൻ ചെയ്തിട്ടുള്ള ആരൊക്കെ ഉണ്ട്? 3-4. ഓക്കെ. പക്ഷേ നമ്മുടെ ഒരു 30 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളും ഉറപ്പായിട്ടും സെൽഫായിട്ട് എക്സാമിൻ ചെയ്യണം. മനസ്സിലായോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ സെർവിക്കൽ ക്യാൻസർ, അതായത് ഗർഭാശയ ജല ക്യാൻസറാണ് ഏറ്റവും കൂടുതലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസർ അപകടം വരുന്നത് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? സെൽഫായിട്ട് എക്സാമിൻ ചെയ്യുക. അതിലെന്തെങ്കിലും ഒരു മാലിഗ്നൻസി തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ ഒരു ഓങ്കോളജി സ്പെഷ്യലിസ്റ്റിനെയോ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും കൺസൾട്ട് ചെയ്യണം എന്നുള്ളൊരു അഡ്വൈസ് ഞാൻ ഈ അവസരത്തിൽ, ഈ ദിവസവുമായിട്ട് ബന്ധപ്പെട്ട്, ഞാനൊരു പൊതുജനാരോഗ്യ പ്രവർത്തകനാണ്, ആ നിലയിൽ ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സെർവിക്കൽ ക്യാൻസർ, അതായത് ഗർഭാശയ ഗള ക്യാൻസർ എന്ന് പറയുന്നത് അതൊരു നമ്മൾ ഈ ക്യാൻസർ എന്ന് പറയുന്നത് എല്ലാം തന്നെ ഒരു ഇതല്ല, NCD അല്ല. ഇതൊരു അണുബാധ മൂലം ഉണ്ടാകുന്ന ഒരു ക്യാൻസറാണ്. ഏത്? ഗർഭാശയ ഗള ക്യാൻസർ എന്ന് പറയുന്നത്. പക്ഷെ അത് നമുക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായ ഉടനെ തന്നെ വരില്ല. പക്ഷേ 10-30 വർഷം കൊണ്ടായിരിക്കും ആ രോഗം നമ്മൾ വന്ന പിന്നെ നമ്മൾ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു 3 വാക്സിനേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ DPT എടുക്കും, ഓറൽ പോളിയോ വാക്സിൻ എടുക്കും, അല്ലെ, മീസിൽസിന് എടുക്കും, മണ്ണൊക്കെ നമ്മൾ MMR വാക്സിനൊക്കെ എടുക്കും. അതുപോലെ ഒരു 20 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ, നിങ്ങളുടെ മക്കളെയും അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ 20 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ, പെൺകുട്ടികൾക്ക് 2 ഡോസ് എടുത്താൽ മതി. പക്ഷെ ഇത്തിരി കോസ്റ്റ്ലിയാണ്, 2000 രൂപ അടുപ്പിച്ച് വരും. അതെടുക്കുക. പിന്നെ ഒരു 35 വയസ്സ് വരെ ഉള്ളവർക്ക് 3 ഡോസ് എടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ സെർവിക്കൽ ക്യാൻസറിൽ, ഗർഭാശയ ഗള ക്യാൻസറിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ചില കാര്യങ്ങളോടെ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുക, കൂടുതൽ ഇലക്കറി